അൽഹംദുലില്ലാഹ്. മഅദിൻ സംഘങ്ങൾ ഹജ്ജിൻ്റെ സഅയ് കഴിഞ്ഞ് റൂമിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ്. മദീനത്തുൽ മുനവ്വറയിൽ നിന്ന് കഴിഞ്ഞ ദിവസം തിരിച്ചു വന്ന മഅദിൻ സംഘം അൽഹംദുലില്ലാഹ് ദുൽഹുലൈഫയിൽ നിന്നുള്ള ഇഹ്റാമോടുകൂടെ മക്കയിൽ തിരിച്ചെത്തുകയും അസീസിയയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സംഘം ഇന്ന് ബദറുസ്സാദാത്ത് ഷെയ്ഖുന തങ്ങൾ ഉസ്താദിൻ്റെ പ്രത്യേക ക്ലാസും ദുആയും കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിച്ച് വിശുദ്ധ ഹറമിലേക്ക് വന്നു. അൽഹംദുലില്ലാഹ്. വന്യരായ ഇബ്രാഹിം ബാക്കവി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ 50 അംഗ സംഘം ഹറമിലെത്തിച്ചേരുകയും വളരെ റാഹത്തിൽ തിരക്ക് ഒഴിഞ്ഞ ഒരു രൂപത്തിൽ തവാഫ് പൂർത്തിയാക്കി ഖുദൂമിൻ്റെ തവാഫ് നിർവഹിച്ച് ഹജ്ജിൻ്റെ സഅയും ചെയ്ത് ഇനി റൂമിലേക്ക് മടങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി വ്യാഴാഴ്ച രാത്രി തർവിയക്ക് വേണ്ടി മിനയിലേക്ക് പുറപ്പെടുകയും അവിടുന്ന് അറഫയിലേക്ക് തൊട്ടടുത്ത ദിവസം പുറപ്പെടുകയും അങ്ങനെ അറഫ സംഗമവും കഴിഞ്ഞ് തിരിച്ച് മുസ്ദലിഫയിൽ രാപ്പാർത്ത് വീണ്ടും മിനയിലെത്തിച്ചേർന്ന് അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങൾ ഇൻഷാ അല്ലാഹ് മിനയിൽ രാപ്പാർക്കലും ഹജ്ജിൻ്റെ വാജിബാത്തിൽപ്പെട്ട കല്ലേറും കഴിഞ്ഞ് തിരിച്ചു വരവോടുകൂടെ അതിനിടയിൽ ഹജ്ജിൻ്റെ ഇഫാദത്തിൻ്റെ തവാഫും പൂർത്തിയാക്കിയലോടുകൂടെ ഇൻഷാ അല്ലാഹ് ഈ ഹജ്ജ് ഈ വർഷത്തെ 2024 ഹജ്ജ് കർമ്മം പൂർത്തിയാക്കി 2-3 ദിവസങ്ങൾക്കകം ഇൻഷാ അല്ലാഹ് നാട്ടിലേക്ക് മടങ്ങുന്നതാണ്. അല്ലാഹു തആല ഇതുവരെയും എല്ലാ യാത്രകളിലും സിയാറത്തുകളിലും കർമ്മങ്ങളിലും നല്ല അനുകൂലമായ സാഹചര്യം ഒരുക്കി തന്നതുപോലെ ഇനിയുള്ള കർമ്മങ്ങളിലും എല്ലാ ഹാജിമാർക്കും നല്ല സാഹചര്യങ്ങൾ കൂട്ടം തെറ്റലുകളില്ലാതെ നല്ല വഴികളിലൂടെ കർമ്മങ്ങൾ നിർവഹിക്കാൻ അതിന് പറ്റുന്ന സാഹചര്യങ്ങൾ എല്ലാം അല്ലാഹു അനുകൂലമാക്കി തരട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുന്നു. ഈ 50 ഹാജിമാരെ യാത്ര അയച്ച കുടുംബാംഗങ്ങൾ, ഞങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കാത്തിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും വിദൂരമല്ലാത്ത ഭാവിയിൽ ഈ പുണ്യ സ്ഥലങ്ങളിലെത്തിയതുപോലെ ഹജ്ജ് ഉംറകളൊക്കെ നിർവഹിക്കാൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഹറമിൻ്റെ പുതിയ ഭാഗമായ അബ്ദുള്ള ഗേറ്റിലൂടെ പുറത്തിറങ്ങിയാൽ നിർമ്മിച്ച പുതിയ ബ്ലോക്കിൻ്റെ ഒരു ഭാഗത്തിലൂടെ ജർവലിലേക്കുള്ള വഴിത്താരയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഞങ്ങളെയും പ്രതീക്ഷിച്ച് വന്ന ബസ് കാത്തിരിക്കുന്നുണ്ട്. അല്ലാഹു തആല ഇവിടെ ഈ ഹാജിമാർക്കൊക്കെ സൗകര്യം ചെയ്യുന്ന ഇവിടുത്തെ ഭരണകൂടത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.